ഫോർത്ത് സ്റ്റേജ് ആയിരുന്നു. ഫോർത്ത് സ്റ്റേജ് ആണെങ്കിലും ഓർമ്മയും കാര്യങ്ങളും ഒക്കെ കുറേയൊക്കെ പോയി, മരിച്ചു കേട്ടോ. അപ്പം മെയ് 5-ാം തീയതിയാണ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടിയൊക്കെ കഴുത്തിൽ കുരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വെളിയിൽ വന്ന് തരിച്ചു തുടങ്ങി കേട്ടോ. തരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഞാനിങ്ങനെ കാലൊക്കെ അനക്കി നോക്കും. അങ്ങനത്തെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളും പ്ലാനിങ്ങും ഒക്കെ ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു കേട്ടോ. ഈ ക്യാൻസർ ആണെന്നുള്ളത് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ അവിടെ RCCയിലായിരുന്നു ട്രീറ്റ്മെൻ്റ് ഒക്കെ കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ഒരു വിഷമവും മറു സൈഡിൽ മറ്റൊരു സന്തോഷവും അങ്ങനെയായിരുന്നു. RCCയിൽ അഡ്മിറ്റ് ആയിരുന്നു കേട്ടോ. അഡ്മിറ്റായി അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകും. എനിക്ക് വന്നൊരനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രീതിയിലാണ് അവിടുത്തെ സ്റ്റാഫ് പെരുമാറുന്നതെന്നും ഡോക്ടേഴ്സ് ആയാലും ചിലപ്പോൾ ഒരു ദിവസം ഫുള്ള് ലേബർ റൂമിൽ കിടക്കുന്നു, പിന്നെ 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുമ്പോൾ പോയിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പം എല്ലാ ദിവസവും മണിക്ക് പോയപ്പോഴത്തേക്കിനുണ്ടല്ലോ രാത്രി പോയ അതേ ഇതുപോലെ തന്നെ. പക്ഷെ അതിനെ പെട്ടെന്ന് ആംബുലൻസിലൊക്കെ മാഡത്തിനെ വിളിച്ച് വരുത്തും. ലേബർ റൂമിൽ ഞാൻ കൂർക്കാൻ വലിച്ചുറക്കുമായിരുന്നു കേട്ടോ. അപ്പം ടൈറ്റ് ആവുന്ന അതൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷനല്ല. ഇപ്പം അതിങ്ങനെ പോകുമ്പോഴത്തേക്കിനും പിന്നെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും തമ്പനയിൽ കണ്ടതുപോലെ ഡെലിവറി സ്റ്റോറി തന്നെയാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം 2019 ഡെലിവറി സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. ആകെ ഒരു ഡെലിവറി സ്റ്റോറി ഉള്ളൂ എനിക്ക് പറയാനും കിട്ടും. അപ്പം 2019 ജൂൺ 16 കേശപ്പൻ്റെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ ആ ഒരു ദിവസത്തെ സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നതും. പിന്നെ ആ ഒരു ദിവസം 2019 കുറച്ച് ബാക്കിലോട്ട് കുറച്ച് കഥകൾ കൂടി പറഞ്ഞു വേണം എനിക്ക് ആ ഒരു ദിവസത്തിലോട്ട് എത്താൻ കേട്ടോ. അത് വിട്ടു പോകാൻ പറ്റത്തില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അവിടുന്ന് തന്നെ തുടങ്ങാം കേട്ടോ. തമിഴിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരാൾ നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ഞങ്ങൾക്ക് വേറൊരാളെ കിട്ടിയത്. അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ വേറെ ആരുമല്ല, എൻ്റെ സ്വന്തം അച്ഛനാണ്. അപ്പോൾ അച്ഛൻ നഷ്ടപ്പെട്ട് ഒരു 2 മാസത്തിന് ശേഷം കേശപ്പനെ ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് സ്റ്റോറി ബാക്കിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ ജൂൺ 19 ആയിരുന്നു എനിക്ക് ഡേറ്റൊക്കെ പറഞ്ഞിരുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ കുറേ ഓരോ മതത്തിലും ഓരോ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്കും അങ്ങനത്തെ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹങ്ങളും പ്ലാനിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് അതൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു കേട്ടോ. ഈ 5-ാം മാസം 7-ാം മാസം ഇതൊക്കെ ചെയ്യാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തൊക്കെ വെച്ചിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് നടന്നില്ല. അതിൻ്റെയൊക്കെ കാരണങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തുടങ്ങാം കേട്ടോ. ഈ 18 അവസാനമായപ്പോഴത്തേക്കിനും എൻ്റെ അച്ഛന് ക്യാൻസർ ആണെന്നുള്ളത് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ അവിടെ RCCയിലായിരുന്നു ട്രീറ്റ്മെൻ്റ് ഒക്കെ കേട്ടോ. അപ്പോൾ ഫോർത്ത് സ്റ്റേജ് ആയിരുന്നു. ഫോർത്ത് സ്റ്റേജ് ആണെങ്കിലും ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആ സമയത്ത് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് വരും കഴിഞ്ഞ് ഇവിടെ തന്നെയാണല്ലോ. അപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് ഇവിടെ വരും കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ പോകുമായിരുന്നു. പത്തനംതിട്ടയിൽ പോകുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് പ്രഗ്നൻ്റ് ആണെന്ന് ഞങ്ങൾ അറിഞ്ഞത്. ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും, ഫാമിലി എല്ലാവർക്കും. കാര്യം ഞങ്ങൾക്ക് മാരേജ് കഴിഞ്ഞ് 3-ാമത്തെ വർഷമായിരുന്നു പ്രഗ്നൻസി ആയത്. അപ്പം എല്ലാവർക്കും സ്വാഭാവികമായിട്ടുള്ള സന്തോഷവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു സൈഡിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമമുള്ളൊരു കാര്യവും കൂടിയായിരുന്നു അച്ഛൻ്റെ ഈ ഒരു കാര്യം. ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു സന്തോഷം കൂടി വന്നത്. അപ്പം ഡബിൾ ഹാപ്പി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ ഒരു വിഷമവും മറു സൈഡിൽ മറ്റൊരു സന്തോഷവും അങ്ങനെയായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് 5-ാം മാസത്തിലെ ചടങ്ങ്. 5-ാം മാസം ചടങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ വീട്ടിലേക്ക് പ്രഗ്നൻസി അറിയിക്കാൻ വേണ്ടി പോകുന്ന ഒരു ചടങ്ങാണ്. അതെല്ലാ ജില്ലയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ഇവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇവിടെ ട്രിവാൻഡ്രത്ത് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനൊക്കെ പ്ലാൻ ചെയ്തു. അതിന് വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്കിന് 5 കൂട്ടം പലഹാരങ്ങളോ അങ്ങനെ എന്തൊക്കെയോ കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഓർഡർ കൊടുത്തു. അങ്ങനെ പോകാനെല്ലാം പ്ലാൻ ചെയ്തൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. പോകേണ്ട ആളുകൾ ആരൊക്കെയാണ് അതും എല്ലാം പ്ലാൻ ചെയ്ത് അവരെയൊക്കെ വിളിച്ചു ഒക്കെ അറിയിച്ചൊക്കെ വെച്ചിരുന്നു. അങ്ങനെ അത് പോകേണ്ട ഒരു 3 ദിവസത്തിൻ്റെ ബാക്കിൽ അച്ഛന് വയ്യാണ്ടായി കേട്ടോ. തീരെ വയ്യാണ്ടായപ്പോഴത്തേക്കിനും ഇവിടെയാണല്ലോ RCCയിലാണല്ലോ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നു. ഇവിടുന്നാണ് പിന്നെ ഹോസ്പിറ്റലിൽ പോകുന്നു, വീട്ടിൽ വരുന്നു. അപ്പോഴത്തേക്കിന് പിന്നെ അവിടെ ആരുമില്ല. ഈ ഒരു ചടങ്ങ് പോകാൻ വേണ്ടി അവിടെ ആരുമില്ല. പിന്നെ ആ ചടങ്ങ് വേണ്ടാന്ന് നമ്മളങ്ങ് ക്യാൻസൽ ചെയ്തു കേട്ടോ. പിന്നെ അത് ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞ് 5-ാം മാസം നടന്നില്ല. അപ്പോൾ വിചാരിച്ചു ഇനിയിപ്പോൾ 7-ാം മാസത്തേക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോഴത്തേക്കിന് അച്ഛന് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇനി അവിടെ പോയി നിൽക്കാൻ 2 ദിവസം മുമ്പ് പോയാലും മതി, എന്നിട്ട് നമുക്ക് ഈ ചടങ്ങൊക്കെ ചെയ്യാമല്ലോ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെയും പ്ലാൻ ചെയ്തു കേട്ടോ. അങ്ങനെ 5-ാം മാസം മുടങ്ങി 6-ാം മാസമൊക്കെ ആയപ്പോഴത്തേക്കിന് അച്ഛന് തീരെ വയ്യാണ്ടായി കേട്ടോ. തീരെ വയ്യാണ്ടായെന്ന് പറഞ്ഞാൽ
പെട്ടെന്ന് ഫിക്സ് വന്ന് ഹോസ്പിറ്റലിൽ RCCയിൽ അഡ്മിറ്റ് ആയിരുന്നു കേട്ടോ. അഡ്മിറ്റായി അങ്ങനെ ആ സമയത്ത് സ്ട്രോക്ക് വന്നു. ഒരു സൈഡ് ഫുള്ള് തളർന്നു. പിന്നെ എന്താ പറയുന്നത്, ഓർമ്മയും കാര്യങ്ങളും ഒക്കെ കുറേയൊക്കെ പോയി. ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ ആൾക്ക് ഓർമ്മ, അതായത് നോർമലി ആയിട്ടുള്ള നമ്മളെയൊക്കെ അറിയാവുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. അത് കഴിഞ്ഞ് അങ്ങനെ കിടക്കുകയാണ്. സ്ട്രോക്ക് വന്ന ആൾക്കാരെ അറിയായിരിക്കുമല്ലോ. അപ്പം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തു, നമ്മളെ വീട്ടിൽ വിട്ടു. അപ്പോൾ RCCയിലായതുകൊണ്ട് നമുക്ക് അത്രയും ദൂരം വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ തന്നെയാണ്. അപ്പം ഇവിടെ കിടക്കുകയല്ലേ, ഇവിടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ 7-ാം മാസവും 8-ാം മാസവും ഒരു ചടങ്ങും വേണ്ടാന്ന് വെച്ച് പിന്നെ അച്ഛൻ്റെ ഫുള്ള് ട്രീറ്റ്മെൻറ്റിലും കാര്യങ്ങളും അങ്ങനെ അച്ഛൻ 1 മാസത്തോളം അങ്ങനെ ബെഡിൽ തന്നെ കിടന്ന് എനിക്ക് 6-ാം മാസം ആ സമയത്ത് തന്നെ അച്ഛൻ മരിച്ചു കേട്ടോ. അപ്പം മെയ് 5-ാം തീയതിയാണ് അച്ഛൻ മരിക്കുന്നത്. ജൂണാണ് എനിക്ക് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം നിർത്തി, ഇനി അതൊന്നും വേണ്ട എന്നുള്ളതാക്കി. പിന്നെ എൻ്റെ വീട്ടിലോട്ട് അച്ഛൻ്റെ മരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ച് ഇവിടെ വരുന്നത്. ഒരു 41 ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് ഇവിടെ വരുന്നത്. പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ ഇവിടെ ട്രിവാൻഡ്രത്തെ പേരൂർക്കട താലൂക്ക് ഹോസ്പിറ്റലാണ് കാണിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെൻറ്റിനൊക്കെ പോകുന്നത് പലരും ഭയങ്കര മോശമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാണ് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. പക്ഷേങ്കിൽ എനിക്ക് വന്നൊരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പോയ ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് കേട്ടോ. അത്രയ്ക്ക് നല്ല കെയറും നല്ലൊരു ഹോസ്പിറ്റലും ഒക്കെ ആയിരുന്നു കേട്ടോ. ശരിക്കും അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണോ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഞാൻ കേട്ട അറിവുകൾ എല്ലാം അങ്ങനെയായിരുന്നേ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് അവിടുത്തെ സ്റ്റാഫ് പെരുമാറുന്നതെന്നും ഡോക്ടേഴ്സ് ആയാലും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ എൻ്റെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രിവാൻഡ്രത്തെ നല്ലൊരു ഡോക്ടറാണ്. മീര ഷേണായി മാഡം ആയിരുന്നു. മാഡം എന്ന് വെച്ചാൽ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടറാണ്. അപ്പം മാഡം ആയിരുന്നു എൻ്റെ ഡോക്ടർ. അതുപോലെ അവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളും. എനിക്ക് ജൂൺ 19 ഡേറ്റ് പറഞ്ഞെങ്കിലും എൻ്റെ അടുത്ത് 10-ാം തീയതി അഡ്മിറ്റ് ആകാൻ വേണ്ടി പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം അത്രയും ദിവസം മുമ്പേ ഞാൻ അഡ്മിറ്റ് ആവുകയാണ്. അത്രയും 16 എനിക്ക് ഡേറ്റ് ആയത്. പക്ഷേ 10-ാം തീയതി തൊട്ട് ഞാൻ 15-ാം തീയതി വരെ അവിടെ ഉണ്ടായിരുന്നല്ലോ. അത്രയും ദിവസം സത്യം പറഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. പക്ഷെ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ വാർഡിൽ ഒരുപാട് കുട്ടികളുണ്ടല്ലോ നമ്മളെപ്പോലെ, പ്രഗ്നൻസി ഡേറ്റ് എടുത്തവരും അങ്ങനെ എല്ലാത്തിനും വന്നിരിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ എല്ലാവരുമായിട്ട് ഭയങ്കര കൂട്ടാകുകയും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നവർ കുറച്ച് കഴിയുമ്പോഴത്തേന് പെയിൻ വരുന്നു, നേരെ ലേബർ റൂമിൽ പോകുന്നു. ചിലപ്പോൾ ഒരു ദിവസം ഫുള്ള് ലേബർ റൂമിൽ കിടക്കുന്നു, പിന്നെ ഡെലിവറി കഴിഞ്ഞ് പോകുന്നു, ചിലർ C-സെക്ഷൻ പോകുന്നു. അങ്ങനെ ഇങ്ങനെ ഓരോ ദിവസം ഓരോരുത്തരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾക്ക് ജൂൺ 10-ാം തീയതി തന്നെ അഡ്മിറ്റ് ആകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി ഹോസ്പിറ്റലിലേക്ക്. ജൂൺ 10-ാം തീയതി പോയി, 10-ാം തീയതി കിടന്നു. പിന്നെ മേഡം എല്ലാ ദിവസവും നമ്മളെ റൗണ്ട്സിന് വരുമല്ലോ, ചെക്കപ്പിനൊക്കെ വരും. അങ്ങനെ ഡോക്ടർ എല്ലാവരെയൊക്കെ നോക്കുന്നുണ്ട്. ഓരോ ദിവസവും ഞാൻ നോക്കുമ്പോഴത്തേക്കിനും എൻ്റെ കൂടെയുള്ള ഓരോരുത്തരും ലേബർ റൂമിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ലേബർ റൂമിൽ പോകുന്നു, കുഞ്ഞുമായിട്ട് തിരിച്ച് വരുന്നു, അല്ലെങ്കിൽ C-സെക്ഷൻ വന്നു, അങ്ങനെയൊക്കെ പോകുന്നു. ഞാൻ 10-ാം തീയതി ആകുന്നു, 11-ാം തീയതി ആകുന്നു, 12-ാം തീയതി ആകുന്നു, 13 ആകുന്നു, 14 ആകുന്നു. ഇത്രയും ദിവസമായിട്ട് എനിക്ക് ആ ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് ഒരു അനക്കവും ഒരു മാറ്റവും തോന്നുന്നില്ല. അപ്പം ഞാൻ എനിക്ക് ഏറ്റവും അധികം പേടിയുള്ളൊരു കാര്യമാണ് നോർമൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ. അത് പണ്ട് മുതലേ, ഞാൻ പഠിക്കുന്ന കാലം മുതലേ മെഡിക്കൽ ഫീൽഡിലാണ് പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഡെലിവറിയും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയം മുതൽ എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു കാര്യമാണ് C-സെക്ഷൻ. പേടിയില്ലെന്ന് വേണമെങ്കിൽ അത് കണ്ടിട്ടുള്ളതുകൊണ്ട് വലിയ പേടിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അതിനുശേഷമുള്ള പെയിനൊക്കെ അറിയാമല്ലോ. പക്ഷേ എങ്കിലും നോർമൽ ഡെലിവറിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുണ്ടായിരുന്നത് കേട്ടോ. അത് ഓർക്കുമ്പോൾ മാത്രം അത് ഓർക്കുമ്പോഴേ എനിക്കിങ്ങനെ ഇങ്ങനെയൊക്കെ ആവുന്നൊരു അനുഭവമാണ് കേട്ടോ. അപ്പം ഞാൻ പിന്നെ അതിനെക്കുറിച്ച് വലിയ ചിന്തിക്കും, ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെ ടെൻഷൻ അങ്ങനത്തെ എഴുതുന്നില്ല. എന്നെക്കാളും കൂടുതൽ ടെൻഷനൊക്കെ രജിസ്ട്രേഷനാണെന്ന് തോന്നി ഈ കാര്യങ്ങളിലൊക്കെ. എനിക്ക് അതിലൊന്നും വലിയ ടെൻഷനൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ 10, 11, 12, 13, 14, 15 ഇത്രയും ദിവസം കിടക്കുന്നത് ഞാനും അമ്മയും. അപ്പോൾ ആ സമയത്തും നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ വിസിറ്റേഴ്സിനൊക്കെ ഭയങ്കര, ആ സമയത്ത് എന്തുമായിരുന്നു, കൊറോണ വരുന്നതിന് മുമ്പാണ്. പക്ഷേ ആ സമയത്ത് നിപ്പയൊക്കെ അതിന് മുമ്പ് വന്നിട്ട് പോയതെന്താണെന്ന് തോന്നുന്നു. കൂടുതൽ വിസിറ്റേഴ്സൊന്നും അലൗഡ് അല്ല, ആരെങ്കിലും വന്നാൽ തന്നെ മാസ്കൊക്കെ വെച്ച് വരണം, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. വരാൻ പോവാം എന്നൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ, അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം 15-ാം തീയതി രാത്രിയൊക്കെ ആയി കേട്ടോ. ഞങ്ങൾ ഫുൾ എൻജോയ്മെൻറ്റ്, ഞാനും അമ്മയും കൂടി. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കൊണ്ട് തരുന്നു, കഴിക്കുന്നു, കിടക്കുന്നു, അങ്ങനെയൊക്കെ തന്നെ, ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെ 15-ാം തീയതിയൊക്കെ രാത്രി ആയപ്പോഴത്തേക്കിനും
ഒരു കുഴപ്പമില്ല കേട്ടോ. ഈ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് എപ്പോഴും ഉള്ളൊരു അസുഖമാണല്ലോ ഈ മൂത്രം ഒഴിക്കൽ. എപ്പോഴും പോകണമല്ലോ ടോയ്ലറ്റിൽ പോകുന്നല്ലോ. എപ്പോഴും ഒരു എനിക്ക് തോന്നുന്നു അരമണിക്കൂറോ 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുമ്പോൾ പോയിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പം എല്ലാ ദിവസവും പോകുമ്പോഴും ഞാനിങ്ങനെ പോകുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കും മൂത്രം ഒഴിക്കുന്ന പോലെയാണോ എന്നറിയത്തില്ല. ഓരോ തുള്ളി തുള്ളി ഇങ്ങനെ വെള്ളം പോലെ നമുക്ക് കാണുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതെൻ്റെ വാട്ടർ ബ്രേക്ക് ആയിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ആ രാത്രിയിൽ അറിയത്തില്ലായിരുന്നു. അത് നേരെ ഒരു തുള്ളിയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് ഈ എപ്പോഴും ഇങ്ങനെ നമുക്ക് ടോയ്ലറ്റിൽ പോകണമല്ലോ ആ ഒരു ഇതായിരിക്കും എന്ന് വിചാരിച്ച് രാത്രി കിടന്നുറങ്ങി. രാത്രി ഇറങ്ങി രാവിലെ 6 മണിക്ക് പോയപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ രാത്രി പോയ അതേ ഇതുപോലെ തന്നെ, പക്ഷേ അതിനേക്കാളും കൂടുതലായിട്ട് വരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞായപ്പോൾ തന്നെ അത് കൂടിക്കൂടി വരുന്നു. അപ്പോഴാണ് എനിക്ക് കത്തിയത്, ഇത് വാട്ടർ ബ്രേക്ക് ആണോ എന്നൊരു സംശയം. ഞാൻ അമ്മയോടൊന്നും പറഞ്ഞില്ല. ഞാൻ നേരെ നമ്മുടെ വാർഡിൽ തന്നെ സിസ്റ്റേഴ്സ് റൂമുണ്ടല്ലോ, ഞാൻ അവരുടെ അടുത്ത് പോയി പറഞ്ഞു കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കിന് അവരും ചോദിച്ചു മൂത്രം ഒഴിക്കുന്ന ആയിരിക്കുമോ എന്ന് ചോദിച്ചു. അവർക്ക് സംശയം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേക്കിന് നേരെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇനി ലേബർ റൂമിൽ കയറിക്കോളാം, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ലേബർ റൂമിൽ കയറിക്കോളാം പറഞ്ഞു. കാരണം കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കിന് അമ്മയെ അറിയിച്ചു. പിന്നെ അമ്മ വീട്ടിൽ ഇവിടെ എല്ലാവരെയും രജിസ്റ്റേട്ടനെയും ചിഞ്ചുവിനെയും അമ്മേനെ ഇവിടുത്തെ അമ്മ എല്ലാവരെയും അറിയിച്ചു. ആ സമയത്ത് എന്നെ ലേബർ റൂമിൽ കയറ്റി. ഇവരൊക്കെ വന്നു. ചിഞ്ചുവും രജിസ്റ്റേട്ടനൊക്കെ വന്നപ്പോഴത്തേക്കിന് എന്നെ ലേബർ റൂമിൽ കയറ്റാൻ തുടങ്ങുമായിരുന്നു അവിടുത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. എനിക്കൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ വാട്ടർ ബ്രേക്ക് എന്നുള്ള ഒരു ഇതേ ഉള്ളൂ. അത് വലുതായിട്ടല്ലോ, ചെറുതായിട്ട് കൂടി വരുന്നേ ഉള്ളല്ലോ. ഞാൻ കൂളായിട്ട് കയറിപ്പോയി കേട്ടോ. കൂളായിട്ട് കയറിയൊക്കെ പോയി അവിടെ കിടന്ന് ഇവർ ട്രിപ്പൊക്കെ എനിക്ക് ഇട്ട് കേട്ടോ. ട്രിപ്പൊക്കെ ഇട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കിന് ആദ്യം എന്നെ ഞാനൊരു കയറിയ സമയം എനിക്ക് ഓർമ്മയുണ്ട്. കുറച്ച് സമയം മാത്രം ഇങ്ങനെ അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ഉറങ്ങാൻ തുടങ്ങി. എനിക്ക് നോർമലി സാധാ പോലെ ഉറക്കം വരുന്നു. എനിക്കിതൊന്നും ഈ ടെൻഷനൊന്നും കാര്യങ്ങളൊന്നും ആകുന്നില്ല. ഞായറാഴ്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ മാഡത്തിന് ഡ്യൂട്ടിയുള്ള ദിവസമൊന്നും അല്ലായിരുന്നു. മാഡത്തിനെ പെട്ടെന്ന് ആംബുലൻസിലൊക്കെ മാഡത്തിനെ വിളിച്ച് വരുത്തുകയൊക്കെ ആയിരുന്നു അങ്ങനെ. അപ്പം അന്ന് മാഡത്തിൻ്റെ പേഷ്യൻ്റ് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ വേറെ 2 പിള്ളേർ കിടപ്പുണ്ട് അപ്പുറത്താണ് കേട്ടോ. അപ്പോൾ അവർ ഭയങ്കര കരച്ചിലും പിഴിച്ചിലും ഒക്കെ തുടങ്ങി. ഞാൻ നോക്കുമ്പോൾ കരഞ്ഞ് കണ്ണീരൊക്കെ ഒഴുകുന്നു. ഞാനിങ്ങനെ പ്രതീക്ഷിച്ച് കിടക്കുവാ. ഉറക്കം കഴിയുമ്പോഴത്തേക്കിനും ഞാനിങ്ങനെ പ്രതീക്ഷിക്കും ദൈവമേ ഇനി അടുത്ത ഞാനാണ്, അതേ അവസ്ഥ എനിക്ക് വരാൻ പോവാണ്, ഇങ്ങനെയൊക്കെ നോക്കുവാണ്. എന്നിട്ട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എവിടെയെങ്കിലും വേദനയോ കാര്യങ്ങളോ എന്തെങ്കിലും വരുന്നുണ്ടോ, എന്താണ് ഈ ഡെലിവറി പെയിൻ, ഇത് ഏതാണ് പെയിന്. എനിക്കങ്ങനത്തെ ഒന്നും തോന്നുന്നില്ല. നോർമലായിട്ടുള്ള എങ്ങനെയാണോ അതുപോലെ തന്നെ, പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തർ കരയുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇനി എനിക്ക് വരാൻ പോകുന്നേ ഉള്ളൂ, ഇപ്പം വരും, എന്തായാലും സ്വാഭാവികമായിട്ട് വരുമല്ലോ എന്ന് കരുതി പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുക. പക്ഷേങ്കിൽ ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യും. ഞാൻ ഉറക്കമെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന ലേബർ റൂമിൽ ഞാൻ കൂർക്കം വലിച്ചുറക്കുമായിരുന്നു കേട്ടോ. സിസ്റ്റേഴ്സ് വെളിയിൽ പോയി ഇവരുടെ അടുത്തൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കൂർക്കം വലിച്ചുറങ്ങുന്നെന്ന്. അങ്ങനെ ഉറങ്ങി എണ്ണീറ്റ് പിന്നെ അങ്ങോട്ട് എണീക്കുമ്പോഴത്തേക്കിന് ഇത് വാട്ടർ കൂടുതലായിട്ട് പോകുന്നൊക്കെയുണ്ട്. അങ്ങനെ പിന്നെ പെട്ടെന്ന് അപ്പോഴത്തേക്കിന് എനിക്ക് വയറൊക്കെ ടൈറ്റ് ആകാൻ തുടങ്ങി. അപ്പം വാട്ടർ പൊയ്ക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പം ടൈറ്റ് ആവുന്ന അതൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചെറിയ ടെൻഷനല്ല. ഇപ്പം അതിങ്ങനെ പോകുമ്പോഴത്തേക്കിനും പിന്നെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അതൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ മാഡത്തിനെ പെട്ടെന്ന് വിളിച്ച് നോക്കുന്നുണ്ട്. പെയിനൊന്നും എനിക്ക് വരുന്നേ ഇല്ല. ഇഞ്ചക്ഷനൊക്കെ ചെയ്തിട്ടൊന്നും പെയിനെന്ന് പറഞ്ഞൊരു സാധനം വരുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഈ ഡെലിവറി പെയിൻ എന്തുവാണെന്ന് അറിയത്തില്ല. എല്ലാവരും പറയും നമ്മുടെ പീരീഡ്സിൻ്റെ എൻ്റെ ഏറ്റവും കൂടിയൊരു അതാണെന്ന് എനിക്കും അറിയാം. പക്ഷേ അത് സ്വയം നമുക്ക് അനുഭവത്തിൽ വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് എനിക്കത് അറിയത്തില്ല കേട്ടോ. അപ്പം അങ്ങനെ മാഡത്തിനെ പിന്നെ പെട്ടെന്ന് വിളിച്ച് വരുത്തി. അങ്ങനെ 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് 2:30 ആയപ്പോഴത്തേക്കിന് എന്നെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി കേട്ടോ. അപ്പം ഇറങ്ങി എന്നെ ലേബർ റൂമിൽ നിന്ന് ഇറക്കി ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോകുമ്പോഴത്തേനും എല്ലാവരും എന്നെ ഇങ്ങനെ അമ്മയും ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. ഞാൻ കൂളായിട്ട് എൻ്റെ ഇവിടെ എന്തോ ഒരു തോർത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കൂളായിട്ട് തോർത്തൊക്കെ ഇങ്ങനെ എടുത്ത് കൊടുത്തിട്ട് കിടക്കുകയല്ലേ, അങ്ങനെ അങ്ങ് കൊണ്ടുപോവുകയാണെന്ന് കേട്ടോ. അപ്പം എൻ്റെ കൂടെ വേറൊരു കൊച്ചിൻ്റെ ആ സമയത്ത് ഡെലിവറി ഓപ്പറേഷൻ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം മഴ ചാർന്നു കൊണ്ട് കയറ്റി കേട്ടോ. അപ്പം 2:30 ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു. അങ്ങനെ കൊണ്ട് കയറ്റി എനിക്ക് അനസ്തേഷ്യയൊക്കെ തന്നു കേട്ടോ മാഡത്തിന്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഡെലിവറിക്ക് വേറെ ഒരു ഡോക്ടറിൻ്റെ പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൊച്ചിൻ്റെ എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടിയൊക്കെ കഴുത്തിൽ
കുരുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വെളിയിൽ വന്നിട്ട് പറഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ വീട്ടുകാരുടെ അടുത്തൊക്കെ ആയിപ്പോയി ഇത് പറഞ്ഞത്. അപ്പോഴത്തേക്കിന് ഇത് കേട്ട് ഇവരെല്ലാം ടെൻഷൻ അടിച്ച്. കാര്യം ഇത്രയും ദിവസം അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. സ്കാനിങ്ങും കാര്യങ്ങളുണ്ട്, അതൊന്നും പ്രശ്നമില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഡോക്ടേഴ്സ് ആരോ വന്ന് വേറെ മറ്റേ ഡോക്ടർ ഒന്ന് മാറി പറഞ്ഞതുകൊണ്ട് ഇവരെല്ലാവരും ടെൻഷൻ അടിച്ച്. അങ്ങനെ ഒരു സംഭവം ഇതുവരെയും കേട്ടിട്ടില്ലല്ലോ. അപ്പോഴത്തേക്കിന് പുറത്തുനിന്ന് ഇവർക്കെല്ലാം ടെൻഷനായി. നേരത്തെ അത്രയും ടെൻഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷെ മാറിപ്പോയതെന്നൊക്കെ ഉള്ളത് പിന്നീടാണ് അറിഞ്ഞത് കേട്ടോ. അങ്ങനെ ഞാനൊരു കൂളായിട്ടാണ് കിടക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ കിടക്കും. ഇനി ഞാൻ എൻ്റെ മനസ്സിലായ സമയത്ത് ഇങ്ങനെ ദൈവമേ ഇനി കുറച്ച് സമയം കൂടി, ഒരു അരമണിക്കൂർ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദൈവമേ അപ്പം നമ്മുടെ കയ്യിൽ കിട്ടാൻ പോവാണ് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരാളെക്കുറിച്ച്. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കേട്ടോ. അതുവരെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നും തോന്നിയിട്ടൊന്നുമില്ല കേട്ടോ. അഡ്മിറ്റ് ആകാൻ പോകുമ്പോഴും അല്ലെങ്കിൽ ഇനി നമുക്ക് കിട്ടും, കുറച്ച് ദിവസം കഴിയുമ്പോൾ കിട്ടും എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നാൻ തുടങ്ങിയത് കേട്ടോ. അങ്ങനെ അനസ്തേഷ്യയൊക്കെ അനസ്തേഷ്യ തന്ന് അങ്ങോട്ട് കിടന്നതുമല്ല, നമ്മുടെ കാലിൻ്റെ പെരുവിരലിന്ന് ഇങ്ങനെ തുടങ്ങി, തരിച്ചു തുടങ്ങി കേട്ടോ. തരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ കാലൊക്കെ അനക്കി നോക്കി, കൈ വെച്ചിട്ട് ഇങ്ങനെ കയ്യിൽ തുടയിടൊക്കെ അവിടെ പിടിച്ചു നോക്കും. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ആ തരിപ്പ് കയറി വന്ന് നമ്മുടെ വയറിൻ്റെ ഈ ഒരു ഭാഗം വരെ വരുന്നതൊക്കെ ഞാൻ അറിഞ്ഞു കേട്ടോ. അങ്ങനെ അറിഞ്ഞു. ഞാൻ കിടക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ നേരെ കിടക്കുന്നു. അതിൻ്റെ നേരെ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നോക്കിക്കൊണ്ട് അവരിങ്ങനെ കണ്ണിലൊരു ബ്ലാക്ക് തുണി ഇട്ട് നമ്മൾ മൂടുന്നുണ്ട്. പക്ഷേ എങ്കിൽ അതിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കിതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെയല്ലേ തലകണ വെക്കാതല്ലേ കിടക്കുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ അടിയിൽ കൂടെ എല്ലാം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അല്ലാന്ന് വെച്ചാൽ ആ ക്ലോക്ക് നേരെ കാണാം. അങ്ങനെയാണ്. സിസേഴ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വേദനയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ സി സെക്ഷൻ ആരംഭിച്ചതൊക്കെ എനിക്കറിയാം നല്ലപോലെ. നമുക്കിങ്ങനെ കീറുന്നതും എന്ന് വെച്ചാൽ വേദനയില്ല, പക്ഷേ എന്തൊക്കെയോ ചെയ്യുന്നതൊക്കെ അറിയാം കേട്ടോ. അങ്ങനെ കറക്റ്റ് ഞാൻ ഇങ്ങനെ ക്ലോക്കിൽ നോക്കിക്കിടക്കാം. 3:30. അത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. 3:30 ആയപ്പോൾ തന്നെ കേശപ്പൻ ഇതേ എടുത്തിരിക്കുന്നു. ഇങ്ങനെ വലിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ എനിക്കറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വലിച്ചെടുത്ത് ഇങ്ങനെ പുറത്തോട്ട് എടുത്തത് ഞാൻ നേരെ ക്ലോക്കിലോട്ട് നോക്കി കേട്ടോ. നോക്കിയപ്പോൾ കറക്റ്റ് 3:30. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. അപ്പം തന്നെ അവർ പറഞ്ഞ് ആൺകുഞ്ഞാണ് എന്ന് പറഞ്ഞിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ കൊണ്ടുപോകുമല്ലോ. അത് കഴിഞ്ഞിട്ടാണ് നേരെ കൊണ്ട് കിടത്തിയത്. പിന്നെ ഒരു 5:30 ആയപ്പോഴത്തേനാണ് എന്നെ ലേബർ റൂമിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തിറക്കിയപ്പോഴത്തേക്കിന് അമ്മയും ചേട്ടനെയൊക്കെ തന്നെയാണ് ആദ്യമേ കണ്ടത്. അപ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. ഫാമിലി പിന്നെ ഡോക്ടേഴ്സ് എന്തോ വന്ന് പറയുകയോ എന്തോ ചെയ്ത് കേട്ടോ. മാറിപ്പോയതാണ് റിലേറ്റീവ്സിൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും എന്നൊക്കെ. അങ്ങനെ ഒരു ലേബർ റൂമിൽ ഉറങ്ങിയൊരു സ്റ്റോറിയാണ് എൻ്റേത് കേട്ടോ. അപ്പം അതിന് ശേഷമാണ് ശരിക്കുള്ള പെയിനൊക്കെ തുടങ്ങിയത്. എന്താ പറയുക, ഡെലിവറി പെയിൻ, നോർമൽ ഡെലിവറി പെയിൻ മാത്രമേ ഇല്ലാതിരുന്നത്. പിന്നെയാണ് എനിക്ക് തുടങ്ങി 5:30 ആയപ്പോഴത്തേന് എന്നെ പുറത്തിറക്കി. 6:30 മണിയോ ഒക്കെ ആയപ്പോഴത്തേക്കിന് തുടങ്ങി എൻ്റെ കരച്ചിലും, ഭയങ്കര കരച്ചിലും. ഞാൻ ഫോണൊക്കെ വിളിച്ചിട്ട് ഞാൻ ഫോൺ വിളിക്കുക, രഘുചേട്ടനെ ചിഞ്ചുവിനെയൊക്കെ വിളിക്കുക. അമ്മയല്ലേ എൻ്റെ കൂടെ നിൽക്കുന്നത്, അപ്പോൾ ICUക്കകത്തല്ലേ. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ഇവരൊക്കെ ഭയങ്കര എൻജോയ്മെൻറ്റിലാണ്. എൻജോയ്മെൻറ്റിൽ എന്തൊക്കെയോ കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്നത്. എനിക്കതും കൂടെ കേൾക്കുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര കരച്ചിലാണ്. ഞാനിവിടെ കിടന്ന് വേദന എടുത്ത പോളേന്ന് അവരവിടെ ഭയങ്കര എൻജോയ്മെൻറ്റും. അപ്പം അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ആ ഒരു രാത്രിയല്ല, പിന്നെയുള്ള രാത്രികളെല്ലാം വേദനയും കരച്ചിലും ഒക്കെ തന്നെയായിരുന്നു. പക്ഷേ അന്നത്തെ രാത്രി ആയിരിക്കുമല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ. അവിടുത്തെ ആ ഒരു മരവിപ്പ് മാറി വരുമ്പോഴത്തേക്കിന് പച്ചയ്ക്ക് കീറി വെച്ചിരിക്കുന്ന ആ വേദന, അത് കുറേ നമുക്ക് ആ ഒരു വേദന എന്തായാലും ഉണ്ടായിരുന്നു. നോർമൽ ഡെലിവറി പെയിൻ അറിഞ്ഞില്ലെങ്കിൽ എന്താ, സി സെക്ഷൻ്റെ വേദന അറിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പം 2019 ജൂൺ 16, 3:30 അതാണ് ഞങ്ങളുടെ കേശപ്പന് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ നിമിഷം. ഓരോരുത്തരുടെയും ഡെലിവറി സ്റ്റോറിയിൽ ഓരോരുത്തർക്കും ഓരോരോ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞങ്ങൾക്ക് കേശപ്പൻ്റെ കാര്യം ആലോചിക്കുമ്പോഴും അല്ലെങ്കിൽ അവൻ്റെ ബർത്ത്ഡേ വരുമ്പോഴും ടൈമിലും ഒക്കെ ഞങ്ങൾക്ക് ഓർമ്മ വരുന്ന അവൻ്റെ ആ ഒരു കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അങ്ങനെ സംഭവിച്ചുകൊണ്ടായിരിക്കും ഞങ്ങളുടെ അച്ഛനെയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. അവനെ കാണാണ്ട് പോയതുകൊണ്ടും, അല്ലെങ്കിൽ 6-ാം മാസത്തിലാണ്, ദൈവത്തിന് കുറച്ച് ദിവസങ്ങൾ കൂടി വേണമെങ്കിൽ തന്നൂടെയായിരുന്നു എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചു. ആ സമയത്ത് നമ്മളങ്ങനെ പറഞ്ഞു പോവുമല്ലോ. അച്ഛനിങ്ങനെ സ്ട്രോക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന്, സംസാര രീതിയൊക്കെ മാറിയപ്പോഴത്തേക്കിന്, അച്ഛൻ RCCയിൽ അഡ്മിറ്റായി കിടക്കുന്ന സമയത്ത് എന്നെ അങ്ങനെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇവരാരും അവിടെ കൊണ്ട് നിർത്തത്തില്ല. അമ്മയും രഘുചേട്ടനും ചിഞ്ചുമൊക്കെയാണ് കൂടുതലും പോയി നിൽക്കുന്നത്. എന്നെ അങ്ങനെ കൊണ്ടുപോകത്തില്ല. അപ്പോൾ ഇടയ്ക്ക് എന്നെ കാണാൻ വേണ്ടി കൊണ്ടുപോകും. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അടുത്ത് അപ്പം നമ്മളാണെന്നുള്ള രീതിയിലാണോ എന്നൊന്നും അറിയത്തില്ല. എൻ്റെ അടുത്ത് ചോദിക്കും, മോനെ കൊണ്ടുവന്നില്ലേ, മോനെ അംഗൻവാടി വിട്ടിരിക്കുവാണോ എന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നേ. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പം എന്താ പറയുന്നത്, അതൊന്നും ഓർക്കുന്നില്ല. അല്ല, ഓർക്കണം,
പക്ഷെ ഓർക്കുമ്പോൾ അത് സഹിക്കാൻ പറ്റില്ല ഞങ്ങൾക്കൊക്കെ. അങ്ങനെ അതൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നില്ല അത്ര പെട്ടെന്ന് പോകും എന്നൊന്നും. ഇനിയിപ്പോൾ അവനെ കൂടി കണ്ടിട്ടേ ചിലപ്പം പോവുള്ളൂ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അതിന് മുമ്പേ പോയി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഡെലിവറി സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.